ശരി, ശ്രീ റോണി കെ ബേബി, ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യണമായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ? ഏതൊക്കെയാലും ഈ അടുത്ത നാളുകളിലായി നമ്മുടെ വിദേശ നയത്തില് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് തുടർച്ചയായ തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുക. ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങില് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ ഒന്ന് ക്ഷണിക്കുവാൻ നമ്മുടെ വിദേശകാര്യമന്ത്രി 2-3 ആഴ്ചയാണ് അവിടെ അമേരിക്കയിൽ പോയി കിടന്നത്. ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും ട്രംപ് സമ്മതിച്ചില്ല. ഇപ്പോൾ രണ്ടാമത് കടുത്ത അവമാനം. എന്നോട് ഇപ്പോൾ മഞ്ജുഷ ചോദിച്ചു, എങ്ങനെ ഇന്ത്യക്ക് ഈ വിഷയത്തെ ഡീൽ ചെയ്യാൻ കഴിയും? ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഒരു ഉദാഹരണം കൊണ്ടുവരാം. 2013 ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അമേരിക്കൻ നിയമത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചല്ലോ. അമേരിക്കയുടെ നിയമം വെച്ച് തന്നെയാണ് 2013 അന്ന് അവിടുത്തെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്ന പിന്നെ ഈ പറയുന്ന ദേവയാനി ദേവഗഡെ എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അമേരിക്കൻ പോലീസ് അവരുടെ വീട്ടുകാരി നൽകിയ ഒരു പരാതിയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അവരെ അറസ്റ്റ് ചെയ്ത കയ്യാമം വെച്ചാണ് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്തതിനെ ഇന്ത്യ എതിർത്തില്ല. പക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ, ഇന്ത്യൻ പൗരയെ കയ്യാമം വെച്ച് കൊണ്ടുപോയതിനെതിരെ ഇന്ത്യ അതിശക്തമായി പ്രതികരിച്ചു. അമേരിക്കയുമായിട്ടുള്ള എല്ലാ ഡിപ്ലോമാറ്റിക് റിലേഷൻസും ഇന്ത്യ അവിടെ സസ്പെൻഡ് ചെയ്തു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗ്, ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ നാൻസി പയൽ അവരെ വിളിച്ചു വരുത്തി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അതിന് പ്രതികരിച്ച വാക്ക് ഡിപ്ലോറബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും സമ്മതിക്കാൻ കഴിയാത്തത്, പരിതാപകരം, കടുത്ത പ്രതിഷേധകരം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് പ്രതികരിച്ചത്. ആ സമയത്ത് അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരുമായി മീറ്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന്റെ 3 എംപിമാരെയാണ് അന്ന് നിയോഗിച്ചത്. 1 മീരാകുമാർ, 2 രാഹുൽ ഗാന്ധി, 3 സുശീൽ കുമാർ ഷിൻഡെ. ഇവർ 3 പേരും അമേരിക്കൻ ഡെലഗേറ്റുമായിട്ടുള്ള ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഇന്ത്യയുടെ അമേരിക്കൻ എംബസിക്ക് കൊടുത്തിരുന്ന മുഴുവൻ പരിരക്ഷയും നമ്മൾ പിൻവലിച്ചു. അവരുടെ വാഹനങ്ങൾക്കുള്ള സെക്യൂരിറ്റി, അവർക്കുള്ള ഫുഡ് സപ്ലൈ, അവർക്കുള്ള മദ്യം ഉൾപ്പെടെയുള്ള കൺസെഷൻ റേറ്റുള്ള സപ്ലൈ എല്ലാം നമ്മൾ നിഷേധിച്ചു. അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ? അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി എന്ന ജോൺ കെറി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള സുജാത സിംഗിനെ നേരിട്ട് വിളിച്ച് റിഗ്രറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. അങ്ങനെയാണ് അമേരിക്ക നമ്മളോട് കാണിച്ച അപമാനത്തിന് നമ്മൾ കടുത്ത ഭാഷയിൽ നമ്മൾ പ്രതിഷേധിച്ചത്. പക്ഷെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അതേ നിലപാട് സ്വീകരിക്കുവാൻ കഴിയുമോ ശ്രീ റോണി കെ ബേബി? ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നില്ല. ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിനുള്ള പരിരക്ഷയുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ് ആയിരുന്നു ഈ പറയുന്ന. പക്ഷെ അനധികൃത കുടിയേറ്റക്കാർക്ക് ആ പരിരക്ഷ കിട്ടില്ല. ഡിപ്ലോമാറ്റിന് വിസ തട്ടിപ്പിൽ അല്ലെങ്കിൽ ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിന് സംരക്ഷണം ഇല്ല. ഡിപ്ലോമാറ്റിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കയ്യാമം വയ്ക്കാൻ പാടില്ല. റോണി അങ്ങനെയല്ല, കയ്യാമം വെച്ചുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തതിനല്ല പ്രതിഷേധിച്ചത്. ഞാൻ ശ്രീജിത്ത് പണിക്കരുമായിട്ട് തർക്കത്തിലല്ല, നമ്മൾ അറസ്റ്റ് ചെയ്തതിനല്ല പ്രതിഷേധിച്ചത്. അവരെ കയ്യാമം വെച്ച് കൊണ്ടുപോയി അത് പിന്നെ കടുത്ത അപമാനമാണ് ഇന്ത്യക്ക്. അതിനാണ് നമ്മൾ പ്രതിഷേധിച്ചത്. ഇവിടെ നമുക്ക് അമേരിക്കയുമായിട്ട് ഞാൻ ഒരു കാര്യം, ഇവിടെ ട്രംപ് വന്നു, അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു. ആർക്കെതിരെ? ഈ പറയുന്ന ഗ്വാട്ടിമാല, ഇക്വഡോർ, കൊളംബിയ. ഏറ്റവും ദൂരെയുള്ള രാജ്യം പാകിസ്ഥാനിൽ നിന്നുള്ള എത്രയോ ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെയുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നുണ്ട്, മലേഷ്യയിൽ നിന്നുണ്ട്. ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്. അവരോട് ആരോടും കാണിക്കാത്ത ഈ അപമാനം എന്താണ്? അവരെ ആരും തിരിച്ചയക്കാനത്? തൊട്ടടുത്തുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുമായി തൊട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലെ ആളുകളെ തിരിച്ചയച്ചു.